എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച വീഡിയോ ഉണ്ടായിരുന്നില്ല കേട്ടോ. ചിലവർക്ക് സംശയമാണ് ഞങ്ങൾ കണ്ടില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ രാവിലെ പതിവ് പോലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടാസ്ക്, നമ്മൾ തലേ ദിവസം പാത്രങ്ങളെല്ലാം മാറ്റി ഈ ഒരു റാക്ക് പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു, ഞാനും റയനും കൂടി. അപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് രാത്രി മൊത്തത്തിൽ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച്. അല്ലെന്നുണ്ടെങ്കിൽ ഇന്നലെ തന്നെ നമ്മളിത് കംപ്ലീറ്റ് എല്ലാം പണി തീർക്കേണ്ടതായിരുന്നു. എല്ലാം തിരിച്ച് എടുത്ത് വെച്ച് അതെല്ലാം ചെയ്യാൻ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അത്. അപ്പോൾ ഏതായാലും രാത്രി പിന്നെ കൊതുകിൻ്റെ കടിയും കൊണ്ട് അവിടെ വന്നിട്ട് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ച്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് പെയിൻ്റ് അടിക്കണത് മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നെന്ത് തന്നെയായാലും ഇതെല്ലാം കൂടിയിട്ടെടുത്ത് ആവശ്യമില്ലാത്തതൊക്കെ മാറ്റി ആവശ്യമുള്ളതൊക്കെ അതിൻ്റെ അകത്ത് കയറ്റണം. അപ്പം ഞാനും റയനും കൂടി മാത്രമാണ് എല്ലാം ചെയ്തത്. പപ്പയും കൂടി ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇന്നലെ തന്നെ എല്ലാം ഇതിനകത്ത് കയറ്റി കഴിഞ്ഞാൽ കേട്ടോ. പപ്പക്ക് നമ്മളുടെ മറ്റേ വീട്ടിലെ പണികൾ നടക്കുന്നതുകൊണ്ട് അവിടെ പോയി നോക്കണം, പറഞ്ഞ് ചെയ്യിക്കണം. കാരണം കുറച്ച് അധികം പണികളുണ്ട് അവിടെ. അപ്പോൾ ഈ ഇതില്ലേ അവിടെ പകുതി വാർത്തതും പകുതി ഓടിട്ടതുമായിട്ടുള്ള വീടാണ്. അപ്പോൾ ഈ ഓടിൻ്റെ മുകളിൽ സിമെൻറ്റ് ഇടൂലേ, ആ പരിപാടികളൊക്കെ പപ്പക്ക് പറഞ്ഞൊക്കെ ചെയ്യിക്കണം. അപ്പോൾ പപ്പതേ പോയിട്ടൊക്കെ ഇടക്ക് വന്നതാണ്. അതാണ് ജീൻസൊക്കെ മടക്കി വെച്ചേക്കണുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നിന്നതൊക്കെ നോക്കിയും ഒക്കെ നിന്ന് അങ്ങനെ അഴുക്കായിട്ടാണ് ആൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പപ്പ അവിടെ ആയതുകൊണ്ട് നമ്മുടെ വീട്ടിലെ പണികളെന്നങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് നീങ്ങണില്ല. പപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്മാർട്ടായിട്ട് അത് മുൻകൈ എടുത്തതൊക്കെ ചെയ്യും കേട്ടോ. ഇപ്പം ഞാനും റയനും കൂടിയിട്ട് മാക്സിമം ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പാത്രങ്ങളൊന്നും എടുത്തു വെച്ചാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പപ്പ ഇടയ്ക്ക് അവിടെ നിന്ന് വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടുത്തെ പറയണേണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു 2 ദിവസത്തെ പണി കൂടിയിട്ട് ഉണ്ട്. അതോടുകൂടിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ തീരും. പിന്നെ എന്തോ ആ പണിക്കാർ വേറെ എവിടെയോ പണിക്ക് പോയിട്ട് പിന്നെ എന്തോ ഇത്തിരി കൂടി ചെയ്യാനുള്ളത് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ ഇനിയും ഉണ്ട് പണി. അതിനി അവർ വരുമ്പോൾ അവരുടെ ഫ്രീ ടൈമിൽ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊക്കെ ആണ് നിൽക്കണേന്ന് പപ്പ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പപ്പ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി നടക്കണേന് ആ സമയത്ത് ഞാൻ എൻ്റെ ജോലിയിലാണ്. റയൻ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. റയൻ എഴുന്നേറ്റിട്ടില്ലെന്ന് പറഞ്ഞാൽ അവിടെ എഴുന്നേറ്റ് കിടപ്പട്ടെ. പിന്നെ ഞാനങ്ങനെ വിളിക്കൂല, അവർ തന്നെ വരട്ടെ എന്ന് വിചാരിക്കുള്ളൂ. എനിക്കങ്ങനെ വിളിച്ചെണീപ്പിക്കണമെന്ന് എനിക്കിഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇതൊക്കെ ഒന്ന് തുടച്ച് ഒക്കെ എടുത്ത് വെക്കണേണ്. കഴുകിയൊന്നും വെക്കാനുള്ള ഒരു സമയവും നമുക്ക് ഉണ്ടാവില്ല. ഒത്തിരി പാത്രങ്ങളുണ്ട്, എല്ലാം കൂടി കഴുകുക വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തുടച്ച് വെക്കണേന് കേട്ടോ. വേറെ കേടൊന്നുമില്ല. പിന്നെ ഇത് പണ്ട് നമ്മളുടെ ഒരു 3 വർഷം മുൻപ് ഇത് തുറന്ന് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ മുറ്റം. അപ്പോൾ ആ ഒരു മുറ്റത്ത് ഒന്ന് ഡ്രസ് വർക്ക് ചെയ്ത് ചുറ്റും ഒന്ന് 2 ചെറിയ ഗേറ്റും വെച്ച് അടച്ചൊന്ന് എടുത്തത് നമ്മുടെ ഈ പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ നമുക്ക് കൊളാബിനൊക്കെ കിട്ടുന്ന ഒരുപാട് സാധനങ്ങൾ വന്ന് കൂടിയിട്ട് പെരക്കകത്ത് വെക്കാൻ സ്ഥലമില്ലാതെയായി. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ഷെൽട്ടർ ചെയ്ത് ഇങ്ങോട്ട് മാറ്റിയത്. അകത്ത് നമുക്കൊരു പരിധിയില്ലേ വെക്കാനായിട്ട്, എവിടെയൊക്കെ വെക്കും, ബെഡ്റൂമിൽ വരെ ആയി സാധനങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഷെൽട്ടർ ആക്കിയിട്ട് ഇങ്ങോട്ട് മാറ്റിയത്. അപ്പോൾ ഇതിൽ ടൈൽസ് ഇടുന്നൊക്കെ ഇങ്ങനെ കമൻസിൽ പറയാറുണ്ട്. ടൈൽസൊക്കെ ഇടാൻ നിസ്സാര കാര്യമുള്ളൂ. പക്ഷേ ടൈൽസ് ഇടുന്നതിന് മുൻപായിട്ട് നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് വലിയ അത്യാവശ്യമൊന്നും ഇല്ലാത്തൊരു കാര്യമായതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യാതിട്ടിരിക്കുന്നത്. കാരണം ഇത് ടൈൽസ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ താഴെ നമുക്ക് സെപ്റ്റിക് ടാങ്ക് ഉള്ളതാണ്. അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമേ നമ്മൾ ടൈൽസൊക്കെ ഇടാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെയും പൊളിച്ചൊക്കെ എടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതൊക്കെ അത് എടുക്കാനുള്ള നേരവുമായിട്ടില്ല, സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാനുള്ള നേരവുമായിട്ടില്ല. അപ്പോൾ അതും ഒക്കെ ചെയ്യണം. പിന്നെ ഇവിടെ കുറേ പ്ലംബിംഗ് വർക്കൊക്കെ ചെയ്താലേ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ വാഷിംഗ് മെഷീൻ പുറത്തു കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ കണക്ഷനുകളൊക്കെ വേണം. അതിന് ഇത് കറണ്ടിൻ്റെ കണക്ഷനും വെള്ളത്തിൻ്റെ കണക്ഷനും ഒക്കെ നമ്മൾ വേറെ പുതിയത് എടുക്കണം, പുതിയതായിട്ട് ലൈനൊക്കെ വലിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറേ പേര് ഇങ്ങനെ പറയും ആ വാഷിംഗ് മെഷീനൊക്കെ പുറത്തോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സൗകര്യം ഉള്ളിൽ കിട്ടുമല്ല എന്നൊക്കെ. സംഭവം ശരിയാണ്. പക്ഷേ ഇതൊക്കെ പുറത്തോട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് കണക്ഷൻ വേണം. കണക്ഷന് നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പണികൾ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ. പിന്നെ അപ്പുറത്തെ വീട്ടിലേക്ക് അടിവശത്തുകൂടി വെള്ളം ഇങ്ങനെ പോകുന്നെന്ന് ഒരു പരാതി ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ തൽക്കാലം നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഇത് പൊട്ടിക്കുമ്പോൾ വീണ്ടും അത് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കൊച്ചു കാര്യങ്ങൾ ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. പിന്നെ മഴച്ചാറ്റൽ ഇവിടെ കയറും കേട്ടോ. മഴച്ചാറ്റൽ കയറാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചുറ്റും നമ്മൾ ഗ്രിൽസ് ഇട്ടിട്ട് അടച്ചിട്ടുണ്ട്. മോൾ വശത്ത് മതിലിൻ്റെ മുകളിൽ ചുറ്റും ഗ്രിൽസ് ഇട്ട് അടച്ചിട്ടുണ്ട്. അപ്പോൾ
ആ ഒരു അതിന് പകരം ഗ്ലാസ് ഇടണം. ഗ്ലാസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാറ്റ് കയറില്ല. അപ്പോൾ അതുകൊണ്ട് അന്ന് ഗ്ലാസ് ഇടാമെന്ന് അവർ പറഞ്ഞെങ്കിലും അത് ഞങ്ങൾക്ക് ഒട്ടും തന്നെ കാറ്റ് കയറാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ കണ്ടില്ലേ, മുകളിലൊക്കെ നല്ല തുറന്ന് കിടക്കുന്നതുകൊണ്ട് കാറ്റൊക്കെ കയറും. പക്ഷേ അതിനോടൊപ്പം നല്ല മഴ പെയ്യുമ്പോൾ വെള്ളവും കയറും. അതാണ് ഒരു ബുദ്ധിമുട്ട്. വെള്ളം ചാറ്റിലടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ എന്തെങ്കിലും ആ ഒരു പാത്രം വെക്കുന്ന ആ റാക്കൊന്ന് കവർ ചെയ്ത് ഇടലാണ് പതിവ്. കാരണം അത് അടച്ചു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും കാറ്റുണ്ടാവില്ല. നേരത്തെ തുറന്നു കിടക്കുന്ന സമയത്ത് നല്ല സുഖമായിരുന്നു. വീടിൻ്റെ അകത്ത് ഇങ്ങനെ കാറ്റ് കയറി ഇറങ്ങിപ്പോകും. ചൂടുകാലത്തും ഒട്ടും തന്നെ ചൂട് നമുക്ക് തോന്നൂല. പക്ഷേ നമ്മളുടെ പുറത്ത് ഈ ഷെൽട്ടർ കെട്ടി അടച്ചതോടുകൂടി ഇപ്പം തന്നെ കാറ്റില്ലാതെയായി. അപ്പോൾ പിന്നെ അത് കംപ്ലീറ്റ് ഗ്ലാസ് വെച്ച് അടച്ചു കഴിഞ്ഞാൽ ഒട്ടും കാറ്റ് കയറില്ല. അപ്പം നമുക്ക് വീടിൻ്റെ അകത്ത് ജീവിക്കണമല്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മളത് അവിടെ തുറന്ന് ഗ്രിൽസ് വെച്ചിട്ട് ഇട്ടേക്കണേണ്. അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം പിന്നെ ഞാൻ വന്നിട്ട് ഇത്തിരി പത്തിരി കഴിക്കണം. പപ്പ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പപ്പയുടെ അടുത്ത് ചോദിച്ചു എന്താ ഉണ്ടാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ പപ്പ പറഞ്ഞ് ഈ ദോശ കലക്കിച്ചുട്ട ദോശ എന്നാൽ പപ്പീനെ പറഞ്ഞാൽ കലക്കിച്ചുട്ട ദോശ ഉണ്ടാക്കിയാൽ മതി. അത് മൈദയുടെ ദോശ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കടല ഉണ്ടല്ലോ, കടല വേവിച്ചതുണ്ട്, അതൊന്ന് താളിച്ചെടുത്താൽ മതി, നല്ല ടേസ്റ്റാണ് അത്. അങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും ഇത് ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും മൈദയും കൂടി മിക്സ് ചെയ്തിട്ട് ഇത്തിരി തേങ്ങയും കൂടി ചേർത്താണ് ഇന്ന് ഇട്ടത് കേട്ടോ. തേങ്ങ സാധാരണ ഞാൻ ഇടാറില്ല. ഇന്നിപ്പോൾ തേങ്ങ ഇട്ടിത്തിരി തേങ്ങ ഇട്ടിട്ടാണ് ചെയ്തത്. നല്ല ടേസ്റ്റാണ്. പിന്നെ അതേ കടലക്കറിയും കൂടി ഇട്ട്, കടലക്കറി വെച്ചതൊന്നും എടുത്തില്ല. കടലക്കറി എന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ നമ്മൾ ഒലത്തിയെടുക്കൂലേ, അതാണ് ചെയ്തത് കേട്ടോ. ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് അതും നല്ല ടേസ്റ്റാണ്. എനിക്ക് പപ്പക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കഞ്ഞിയുടെ ഒപ്പൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആ കടല. ചാറില്ലാത്തൊരു കറി കേട്ടോ. ചാറുള്ള കറിയാണെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടമാണ്. കടലക്കറി ഇട്ടിട്ട് ചോറിനൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ആകെ ചെയ്ത പാചകം ഇതാണ്. അപ്പോൾ റയൻ ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് റയൻ ഇത്തിരി തക്കാളി കഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് റയൻ കഴിച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് റയൻ അപ്പം തന്നെ എറണാകുളത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. റയൻ്റെ ഫോണിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് പോയി. അത് കഴിഞ്ഞ് റയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ പുറത്തുനിന്നേ ഭക്ഷണം കഴിക്കുകയുള്ളൂ, ഒറ്റക്കാണ്, വേറെ ആരും കൂടെയില്ല. അപ്പോൾ അങ്ങനെ പോയിട്ട് റയൻ വന്നത് വൈകുന്നേരം നേരിട്ടിയപ്പോഴാണ് വന്നത്. പിന്നെ ഞാനും പപ്പയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചോറും കറികളൊക്കെ ഉണ്ടായിരുന്നു. ഈ കടലക്കറിയും കൂടിയുണ്ടല്ലോ. പിന്നെ പപ്പ കാണുന്നുണ്ടെങ്കിൽ ഉള്ളത് മതി അങ്ങനെ പറയുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ അങ്ങനെ ഉണ്ടാക്കാൻ നിന്നില്ല, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോയിട്ടാണ്. പിന്നെ റയൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ പുറത്ത് ഒരു റാക്കിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ മഴച്ചാറ്റിൽ കയറാതിരിക്കാനായിട്ട് ഒരു ഷീറ്റ് മേടിച്ചിട്ടുണ്ട് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെക്സിൻ്റെ ഷീറ്റ്. അപ്പോൾ ഇവിടെ റെക്സിൻ്റെ ഷീറ്റ് ഉണ്ടെങ്കിൽ അതിന് നീളം കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കംപ്ലീറ്റ് കവറാകില്ല. അങ്ങനെ അളവൊക്കെ നോക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റയൻ വന്ന് കയറിയപ്പോഴില്ലേ റൂബി ഭയങ്കര കളിയായിരുന്നിട്ടാ, ഓടിക്കളിയും ചാടിക്കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കളിക്കണ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ക്യാമറ എടുത്ത് കാണിച്ചതാ, അവൾ സൈലൻ്റായി. അവൾ അങ്ങനെയാണ്, വീഡിയോ എടുക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവളുടെ കളിയൊക്കെ അപ്പം അവൾ നിർത്തോട്ടാ. അങ്ങനെ റയൻ വന്ന സന്തോഷത്തിൽ അങ്ങനെ ഓടണമായിരുന്നു. ഒരു പ്രത്യേകതരം ഓട്ടവും ചാട്ടമൊക്കെ ഉണ്ട്, നല്ല രസമാണ്, ഒരു ശബ്ദം ഉണ്ടാക്കലൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ക്യാമറ എടുത്തതാ, അവളത് അപ്പം നിർത്തി കേട്ടോ. പിന്നെ കൊണ്ടുവന്ന ആ ഒരു ഷീറ്റ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അത് ഇത്തിരി ഹെവിയാണ്, ഭയങ്കര വെയിറ്റാണ്. ഞാൻ പറഞ്ഞ പോലത്തെ ഒന്നും അല്ല ഇത്. ഒരുപാട് നാൾ നിൽക്കും, ലാസ്റ്റ് ചെയ്യും, എങ്കിൽ തന്നെയും ഭയങ്കര ഹെവിയാണ് കേട്ടോ. അപ്പോൾ അത് 200 രൂപ മീറ്ററിനെന്നാണ് അവൻ പറഞ്ഞത് കേട്ടോ. ഈ ഒരു സാധനത്തിന് അവൻ 3 മീറ്ററാണ് മേടിച്ചേക്കണത്, 600 രൂപയെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത്തിരി ഹെവി ആയിട്ടുള്ള സാധനം കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇത് ഷോൾഡറിൽ ഇത് മറ്റേ ബാക്കിൽ ഇത് ബാഗിലെല്ലാം ഇട്ടിട്ട് കൊണ്ടുവന്നത്, അത് ഷോൾഡർ പെയിൻ ഉണ്ടാവുമല്ലോ, ഇത് ഇത്രയും വെയിറ്റ് ഉണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ പറയുന്നിരുന്നു. അങ്ങനെ അത് ഞങ്ങളിവിടെ വിരിച്ചിട്ട്, കാരണം പപ്പ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് നിൽക്കണല്ലേ, അപ്പോൾ പപ്പ വന്നിട്ട് ഇത് ഇടാമെന്നാണ് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് പപ്പ ഏതായാലും വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. പപ്പ അത് കറക്റ്റായിട്ടൊക്കെ ഇടാനും ഒക്കെ, അത് ഹൈറ്റും ഉണ്ടല്ലോ പപ്പക്ക്, എനിക്ക് ഹൈറ്റില്ലാത്തതുകൊണ്ട് എനിക്ക് റയനും കൂടി ഇടുമ്പോഴത്തേക്ക് എൻ്റെ കൈ കിടക്കും. അപ്പോൾ അതുകൊണ്ട് പപ്പനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ. ആ നേരത്ത് റൂബിക്ക് കൊച്ചു പിള്ളേരെ പോലെയാണ്, എന്തൊരു പ്ലാസ്റ്റിക് ഇട്ട് ഒരു ഷീറ്റ് കണ്ടാലും എന്ത് കണ്ടു കഴിഞ്ഞാൽ അതേലും ഇങ്ങനെ കയറി കിടക്കണം കേട്ടോ. നേരത്തെ ക്രിസ്മസിൻ്റെ ട്രീയുടെ സ്കേർട്ട് വെച്ചില്ലേ, അതേലുള്ള കയറി കിടന്നുണ്ട, എന്ത് സാധനം കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് കയറി കിടക്കണം. അങ്ങനെ അവളത് കുഞ്ഞുവാവകളെ പോലെ അതിൽ തന്നെ കളിയായിരുന്നു. പിന്നെ മാറിയിട്ടില്ല. പിന്നെ ഇപ്പോൾ പപ്പ വന്ന് ഇത് പൊക്കാൻ പോയപ്പോഴത്തേക്കുമാണ് അവിടെ നിന്ന് ആളെ ഓടിച്ചത്. എന്നിട്ട് രണ്ടുപേരും കൂടി പൊക്കിയെടുത്ത് അവിടെ കൊണ്ടുപോയിട്ടിടണേന് കേട്ടോ. അപ്പോൾ ഈ ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നീളത്തിൽ രണ്ടായിട്ട് മുറിച്ചിട്ട് നമുക്ക് 3 തട്ടിലായിട്ട് ഇടാം കേട്ടോ.
പക്ഷേ ഇല്ലേ ഇത് മീതയിൽ ഇങ്ങനെ താഴേക്ക് ബാക്ക് സൈഡ് ഒരു പകുതിയോളം താഴേക്ക് കവർ ചെയ്ത് കിടക്കുന്ന രീതിക്ക് ഇട്ട് കഴിഞ്ഞാൽ മഴച്ചാറ്റൽ ഒട്ടും തന്നെ ഒരു പാത്രത്തിലേക്കും കയറൂല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്തില്ല, ആ ഒരു ബാക്ക് സൈഡ് പകുതി കവറാകുന്ന രീതിക്ക് തന്നെ ഇത് ഇട്ടിട്ടാ. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഓരോ തട്ടിലും ഓരോന്നേ നമുക്ക് ലൈൻ ചെയ്ത് ഇടാം, എങ്കിലും എനിക്കങ്ങനെ തോന്നാറില്ല. ഇവിടെ ഇരിപ്പുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ അത് മുറിച്ചിടാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഇട്ടിട്ടില്ല, സാവധാനം ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ വെള്ളിയാഴ്ച അത്രയും കാര്യങ്ങൾ ഉണ്ടാകുന്നുള്ളൂ കേട്ടോ. പിന്നെ ശനിയാഴ്ചത്തെ വീഡിയോ കാണുന്നത്. അപ്പോൾ ശനിയാഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പണിക്കാർ ഇല്ലാഞ്ഞ ദിവസമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് 2-3 എന്തോ എത്രയോ ദിവസം കഴിയുമ്പോൾ പണിക്കാർ വന്നിട്ട് ബാക്കി പണി ചെയ്യാമെന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ അതുകൊണ്ട് പപ്പ ഇനി വീട്ടിൽ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതേ ബ്ലിങ്കിറ്റിൽ ഞാൻ അത്യാവശ്യം ഒരു കംഫർട്ട് ഈ എന്താണ് ഫാബ്രിക് കണ്ടീഷണർ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അത് വേറൊരു ബ്രാൻഡ് കേട്ടോ, അത് മേടിച്ചതാണ് കേട്ടോ. കാരണം നമുക്ക് തുണി കഴുകാൻ അവിടെ ഇട്ടിട്ടുണ്ട്, മെഷീൻ ഓണായിട്ടുണ്ടെങ്കിലും നമുക്ക് ഫാബ്രിക് കണ്ടീഷണർ ഇല്ല. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ മതിയല്ല. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ഞാൻ ഓർഡർ ചെയ്താണ് കേട്ടോ. പിന്നെ അതിനോടൊപ്പം റയന് ഒന്ന് കുറയ്ക്കാനായിട്ട് ലേസും ഒരു പാക്കറ്റ് പാല് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. എനിക്കിത്തിരി ബണ്ണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അത് ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ നേരം കിട്ടൂല, എങ്കിലും ഞാൻ ഈ കൂട്ടത്തിലൊരു പാല് കൂടി ഓർഡർ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിന് പാല് വേണം. അപ്പം അങ്ങനെ ഒരു പാക്കറ്റ് പാല് മാത്രം കേട്ടോ. പിന്നെ ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് നുറുക്ക് ഗോതമ്പിൻ്റെ കഞ്ഞി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ തേങ്ങയും നുറുക്ക് ഗോതമ്പ് കഴുകി അതും വെള്ളം കൂടി ചേർത്തിട്ടാണ് വേവിക്കണത് കേട്ടോ. പിന്നെ ഞാൻ പറയാറില്ലേ പപ്പയ്ക്ക് മധുരം ഇഷ്ടമെന്ന് പറയുമല്ലോ. അപ്പം ഞാൻ ശർക്കര പാൽ എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഇത് ഇട്ടാൽ മതി. അപ്പോൾ എനിക്ക് വേണ്ടല്ല, എനിക്കിത് വേറൊരു ബൗളിൽ സാധാരണ ഉപ്പ് മാത്രം ഇട്ടിട്ട് എനിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനുള്ള ഒരു സംഭവമാണ് ഈ നുറുക്ക് ഗോതമ്പിൻ്റെ കഞ്ഞി. അപ്പോൾ അങ്ങനെ അതാണ് ഇന്ന് കഴിക്കണം കേട്ടോ. പപ്പക്കും വലിയ ഇഷ്ടമാണ്. പപ്പ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പറയും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ എന്ന് പറയും. അത്ര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് ഇതാണ്. റയൻ പക്ഷേ ഇത് കഴിക്കൂല എന്തായാലും. അതുകൊണ്ട് റയന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്നേ പറയുള്ളൂ. എങ്കിലും എനിക്കൊരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് റയന് ഞാൻ 2 മുട്ട ഓംലെറ്റ് ബുൾസ് ആക്കിയിട്ട് കൊടുത്തിട്ട് അതവന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വേണ്ടെന്നേ പറയുള്ളൂ, എങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും. അപ്പം ഇതിന് ഇത്തിരി വെള്ളം കുറവായിരുന്നു. അപ്പോൾ ഇത്തിരി ആ കുക്കറിൽ തന്നെ വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് അങ്ങോട്ട് ഒഴിച്ചതാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഞാൻ ആ കുക്കറിൽ തന്നെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് അത് തന്നെ തിളപ്പിച്ചങ്ങോട്ട് ഒഴിച്ചതാണ്. പിന്നെ ഈ 2 മുട്ട എടുത്തിട്ട് ബുൾസൈ ആക്കിയിട്ട് അതും അവന് കൊടുത്തിട്ടാണ്. അതോടുകൂടി ഇന്നത്തെ കാലത്തെ കാര്യം കഴിഞ്ഞ്. പിന്നെ പപ്പയുടെ അടുത്ത് ഞാൻ ഇത്രയും ദിവസമായിട്ടും പപ്പ മറ്റേ വീട്ടിലെ പണിയില്ല, ആ ഒരു തിരക്കിലായതുകൊണ്ട് തന്നെ സാധനങ്ങളെല്ലാം തീർന്ന്, ഫ്രിഡ്ജും കാലിയായി, എല്ലാം തീർന്ന്, പരിപ്പ് പയറ് ഒന്നുമില്ല. അപ്പോൾ സാധനങ്ങൾ മേടിച്ച് തന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും പപ്പയ്ക്ക് പണിയാണ്. അപ്പോൾ സാധനങ്ങൾ മേടിക്കാനൊക്കെ പോയി. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. സാധനങ്ങളെന്ന് പറയാനായിട്ട് നമ്മൾ ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ളതേ മേടിക്കുള്ളൂ. അല്ലാതെ നമുക്ക് അതിന് വേണ്ടി സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ല. സ്റ്റോർ റൂമൊന്നും നമ്മൾ പണിതിട്ടില്ല. അല്ലെന്നുണ്ടെങ്കിൽ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെ ഒരാഴ്ച ഒക്കെ കഴിക്കാനുള്ള സാധനങ്ങൾ. അപ്പോൾ മൈദയൊക്കെ ഞാൻ 2 പാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് പഞ്ചസാര, പുട്ടുപൊടി, അരിപ്പൊടി, റവ അങ്ങനത്തെയൊക്കെ. പിന്നെ മുട്ട നമുക്ക് എപ്പോഴും വേണം. ഇപ്പോൾ റൂബിക്കാണെന്നുണ്ടെങ്കിൽ മുട്ട കൊടുക്കണം. പിന്നെ എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ മുട്ടയെല്ലാം എടുക്കുക. അതുകൊണ്ട് 24 മുട്ട വെച്ചിട്ടാണ് മിക്കവാറും എടുക്കുക. അപ്പോൾ അങ്ങനെ 24 മുട്ടയുടെ പാത്രം പപ്പ കൊണ്ടുപോകാൻ മറന്നുപോയി. അതുകൊണ്ട് അവർ 12 വെച്ച് 2ആയിട്ട് ഇങ്ങനെ കെട്ടി കൊടുത്തേക്കണേന് കേട്ടോ. പിന്നെ വിനാഗിരി, സവാള, തക്കാളി, പിന്നെ പച്ചക്കറിയായിട്ട് ഞാനങ്ങനെ ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും കണ്ടാൽ കൊള്ളാവുന്നത് എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണവും പടവലങ്ങ അതൊക്കെയാണ് ആകെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തിരി ബീൻസ് മേടിച്ചിട്ടുണ്ട്, അത്രയൊക്കെ ഉള്ളു. പിന്നെ തക്കാളി, ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, പാനൽ സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് നമ്മൾ ഇട്ടിട്ട് അത്
ഈ നമ്മൾ മേടിക്കുന്ന സാധനങ്ങളുടെ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽസ് അവർക്ക് സെൻഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് കുറച്ച് പേര് ഇങ്ങനെ കമൻ്റ് ഉണ്ടായിരുന്നു, ഞങ്ങളത് പാനൽ സ്മാർട്ടിൽ കയറിയിട്ട് ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റണില്ലല്ലോ എന്ന്. അതങ്ങനെ ചെയ്യാൻ പറ്റൂല. അതിൻ്റെ ആളുകൾ നമ്മുടെ വീട്ടിൽ വരണം, അതിൻ്റെ ഏജൻസ് നമ്മുടെ വീട്ടിൽ വരണം, എന്നിട്ട് അവരാണ് നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് അവരാണ് നമ്മളെ ആ ആപ്പിലേക്ക് ആക്കുന്നത്. നമുക്ക് തന്നെ കയറാൻ പറ്റൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റാത്തത്. ഞാനത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അതായിരിക്കാം. അപ്പോൾ അത് മാസം നമുക്ക് 400 രൂപ വെച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തരും. നമുക്കിതിരി പണിയുണ്ട്, ഓരോ സാധനങ്ങളുടെയും ബാർകോഡ് സ്കാൻ ചെയ്യണം, അതിൻ്റെ ഫോട്ടോ എടുക്കണം, അതിൻ്റെ പ്രൈസ് എഴുതിയേക്കുന്നത് ഫോട്ടോ എടുത്ത് കൊടുക്കണം, കുറേ പണിയുണ്ട്. അത് കുറേ അധികം നേരം ചെയ്യണം. അപ്പോൾ ഇന്നിപ്പോൾ കുറേ സാധനങ്ങളുള്ളതുകൊണ്ട് തന്നെ ഞാൻ റയൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞതാണ്, റയനെ എനിക്ക് കുറേ ജോലിയുണ്ട്, അപ്പോൾ നീ ഇതൊന്ന് കയറ്റിയേക്കണേ അതിലേക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റയൻ വന്ന് നിന്നിട്ട് ചെയ്തു തന്നു. കുറച്ചൊരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ വേഗം അത് കയറ്റി വിടും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടിയിട്ട് പെരക്കകവും തുടക്കുന്നുണ്ട്, എല്ലാ പണികളും ഇടയിൽ കൂടി ഓരോന്നോരോന്ന് ചെയ്യേണ്ടത്. കാരണം പൊടി കാണുമ്പോഴത്തേക്ക് ഓടിപ്പോയി തുടച്ച് പോകും ജോലിയുടെ ഇടയിൽ. അപ്പോഴും ഞാൻ എൻ്റെ അമ്മേനെ ഓർക്കും, എൻ്റെ അമ്മ ഇത് തന്നെ ആയിരുന്നു നല്ല പ്രായത്തിൽ. കാരണം ഞങ്ങൾ റോഡ് സൈഡിൽ താമസിക്കുന്ന ആളുകളല്ലേ, വണ്ടിയോട്ടം കൊണ്ട് പൊടിയാണ് വീട്ടിൽ, എപ്പോഴും പൊടിയായിരിക്കുള്ളൂ. നമ്മളിതൊന്നും ശ്രദ്ധിക്കും, നമ്മൾ പിള്ളേരല്ലേ. അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് കാല് മാറ്റാന്നൊക്കെ പറഞ്ഞിട്ട് ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ അമ്മ ഇങ്ങനെ തുടച്ച് എപ്പോഴും ഇങ്ങനെ തുടക്കും. അപ്പം ഞങ്ങൾ വിചാരിച്ചത് എന്താണ് ഇങ്ങനെ തുടക്കണത്, എപ്പോഴും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് കാല് മാറ്റാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തുടച്ചിട്ട് പോകും. അതൊരു ദിവസം പല വട്ടം തുടക്കണതാണ്. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്, പൊടി കാണുമ്പോൾ അമ്മ ഒന്ന് തുടക്കണതാണത്. കാരണം അത്രയും പൊടിയായിരിക്കുള്ളൂ. എന്ന് പറഞ്ഞ പോലെയാണ് എനിക്കിവിടെ വാഹനോട്ടമൊന്നും ഇല്ലെങ്കിൽ തന്നെയും പൊടി ഭയങ്കര പൊടിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പോയി പൊടി തുടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചിക്കൻ ഓർഡർ ചെയ്തിട്ട് അത് വന്ന് ചിക്കനൊക്കെ ഭയങ്കര വില ഉണ്ടാ. 2 ചെറിയ ചിക്കനാണ് കൊണ്ടുവന്നത്. 2 ചിക്കന് 1000 രൂപക്ക് നിസ്സാര പൈസ കുറവുള്ള കേട്ടോ. അപ്പോൾ അങ്ങനെ അത്രയും വില ആയിക്കഴിഞ്ഞ് ചിക്കൻ. എങ്കിലും നമുക്ക് ചിക്കൻ ഇല്ലാതെ പറ്റൂല നമ്മുടെ റൂബി കുഞ്ഞിന്. പിന്നെ ഞാൻ സാമ്പാറിൻ്റെ കഷ്ണം കൊണ്ടുവന്നത് അങ്ങനെ തന്നെ വേഗം എടുത്ത്, അതായത് വേറെ കറി സാധനങ്ങളെല്ലാം തീർന്നിരിക്കണേ. അപ്പോൾ ഇന്ന് സാമ്പാർ അവിയൽ പപ്പടം നോക്കാമെന്ന് വിചാരിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷാജി മീനും കൊണ്ട് വന്ന്. അപ്പോൾ ആ മീനും മേടിച്ച്, കാരണം നല്ല പച്ചയിലായിരുന്നു. അപ്പോൾ അത് മേടിച്ചിട്ട് വെട്ടി ഏതായാലും ഫ്രീസറിലേക്ക് അങ്ങോട്ട് വെച്ചാൽ മതി. ഇന്നിപ്പോൾ ഏതായാലും ഞാൻ എടുക്കണില്ല, ഇത്രയും ജോലികൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നേരെ ഒത്തിരിയാവും. അപ്പോൾ അങ്ങനെ നമ്മളുടെ സാമ്പാർ അവിയൽ പപ്പടം ഇന്ന് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ഇനി പിറ്റേ ദിവസം നമുക്ക് മീന എന്തെങ്കിലും എടുക്കാമല്ല, അല്ലെങ്കിൽ ഇനി ചിക്കൻ എന്തെങ്കിലും. റയന് എന്തെങ്കിലും ഒരു നോൺ ഇഷ്ടമാണ്, പിന്നെ അവൻ എന്തിലും ഒതുങ്ങോട്ടെ, എന്ത് കൊടുത്താലും വേണ്ടെന്ന് പറഞ്ഞ് എനിക്കത് കഴിക്കാൻ പറ്റില്ല എന്ന് ഒരിക്കലും പറയില്ല. അതേലും ഒതുങ്ങിക്കോളും, അതുകൊണ്ട് കുഴപ്പമില്ല. എങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്ത് കൊടുക്കട്ടെ. എൻ്റെ ഒരു മനസാക്ഷിക്ക് എനിക്ക് അങ്ങനെയുള്ളൊരു കൊച്ചിൻ്റെ അടുത്ത് എനിക്കത് കൂടുതൽ ചെയ്ത് കൊടുക്കണമെന്നുള്ളൊരാഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെയായാലും എന്തെങ്കിലും ഒരു നോണാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നോണൊന്നും തന്നെ ഇല്ല, പക്ഷേ അവന് ഭയങ്കര ഇഷ്ടം അവിയൽ സാമ്പാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പപ്പടത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല, എങ്കിലും കഴിക്കും. ഇപ്പോൾ അപ്പളമാണ് എൻ്റെ കയ്യിലുള്ള, അപ്പോൾ അപ്പളമാണ് വറുക്കാൻ പോകണം. അപ്പളം ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പളം എന്താണെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടാകുന്നത്, അതെന്തോ അരിപ്പൊടിയൊക്കെ ചേർത്തുണ്ടാക്കുന്നതാണ്. മറ്റേത് ഉഴുന്ന് ചേർത്തുണ്ടാക്കുന്നതല്ലേ പപ്പടം സാധാരണ, അത് ഭയങ്കര തിന്നാണ്. ഇത് ഭയങ്കര കുറച്ചും കൂടി വേറെ ഒരു പലഹാരം പൊരിച്ചെടുക്കുന്ന പോലത്തെ ഒരു ഇത് തോന്നും എനിക്ക്. എങ്കിലും അത്ര വലിയതല്ല, എങ്കിലും നല്ലൊരു ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്തിരി ബലം കൂടും. മറ്റേത് ഭയങ്കര തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകില്ലേ മറ്റേ പപ്പടം, അങ്ങനെ. അപ്പോൾ പപ്പടം വറുക്കാനെടുത്ത അതേ ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ സാമ്പാറിന് ആദ്യം വറുത്തിടാമെന്ന് വിചാരിച്ചിട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ പപ്പടം അതിനകത്ത് തന്നെ വറുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഊണ് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് റൂബിനെ കൂടി കിടന്ന് റെസ്റ്റ് എടുത്തിട്ട് ഒരു 5 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും റയനും കൂടി പുലവാണിപ്പ മേളയിലേക്കൊന്ന് പോയതാണ് കേട്ടോ. ഇനി കാണുന്നത് അവിടുത്തെ കാഴ്ചകളാണ്.
റയനെ കൂടി പിന്നെ പുറത്തേക്ക് ഇറങ്ങിയാലുണ്ടല്ലോ ചിരിച്ച് ചാകാനേ നേരുണ്ടാവുള്ളൂ നമുക്ക്. എന്തെങ്കിലുമൊക്കെ കോമിക്ക് കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇപ്പോഴേ അതും ഒരു കോമിക്കാണ് കാണിക്കണത്. അത് കണ്ടിട്ട് ഞാൻ ചിരിക്കുന്നത്. അത് എനിക്കും മനസ്സിലാവുള്ളൂ അവരെന്താണ് അങ്ങനെ ഇരിക്കണതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ പോയതും വന്നതും ഒക്കെ ചിരിച്ചെത്തും. ഓട്ടോയിൽ കയറിയാൽ പിന്നെ പറയണ്ട, കുറേ കോമിക്കുകൾ കാണിച്ചുകൊണ്ടിരിക്കും. ഓട്ടോ ബ്രേക്ക് ഇടുമ്പോഴും അവൻ്റെ ആക്ഷനുകളും അയ്യോ അത് പറഞ്ഞാലേ എനിക്ക് ചിരി വരും. അത് കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് ചാകും നമ്മൾ. അങ്ങനെയാണ് റയൻ. അങ്ങനെ റയൻ മാത്രമല്ല കേട്ടോ, അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ ചിരിപ്പിച്ച് ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ചിട്ടൊക്കെ എത്തിക്കുള്ളൂ. റോജറിൻ്റെ കൂടെ പോയാലും റോജർ നമ്മളെ കുറേ ഇഷ്ടമുള്ള സ്ഥലം കറക്കി എല്ലാ കാഴ്ചയും കാണിച്ചിട്ട് കൊണ്ടുവരും. റിച്ചാർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം മേടിച്ച് ഒരുപാട് പണം പൊട്ടിച്ചിട്ടേ ആൾ വരുള്ളൂ. അങ്ങനെ ഓരോരുത്തരും ഓരോ ഇതാണ്. ഇപ്പോൾ റയനാണെന്നുണ്ടെങ്കിലും പണം പൊട്ടിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ റയൻ അതിനു വേണ്ടി വരുമാനങ്ങൾ ആകേണ്ട ഒരു സമയമായിട്ടില്ല. ഇപ്പോൾ കേഡറ്റ് ബോയ് അല്ലേ. പിന്നെ റോജനാണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചേ കാശ് മുടക്കുള്ളൂ. അങ്ങനെയാണ് റോജൻ്റെ ഒരു ക്യാരക്ടർ കേട്ടോ. അത്യാവശ്യമുണ്ട് എങ്കിൽ തന്നെയും റിച്ചാൻ്റെയും റയൻ്റെയും പോലെ ഇങ്ങനെ പൈസ എറിയുന്ന ഒരാൾക്കാരല്ല. പിന്നെ എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ കൺട്രോൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള സാധനം മുഴുവൻ വീട്ടിലെത്തും. അപ്പോൾ അതുകൊണ്ട് എന്നെ കൺട്രോൾ ചെയ്യാൻ റോജർ നല്ലതാണ്. റോജർ പറയാതെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, അത് വിട്ടുകളയെന്ന് പറയും കേട്ടോ. റയനും റിച്ചാർഡും അങ്ങനെയല്ല, തനിക്കെന്താ വേണ്ടത് എല്ലാം അങ്ങോട്ട് മേടിച്ചോ അങ്ങനെ പറയുള്ളൂ. പിന്നെ ഞാൻ ഇത്തവണ വന്നു കഴിഞ്ഞിട്ട് അധികമൊന്നും മേടിച്ചില്ല. കാരണം എനിക്ക് മേടിക്കാൻ അങ്ങനെ തോന്നില്ല. നമ്മുടെ വീട്ടിലിപ്പോൾ ഒരുവിധം ഓരോ സാധനങ്ങൾ മേടിച്ചും പിന്നെ നമുക്ക് കൊളാബ് കിട്ടിയും ഒക്കെ ഒരുപാട് സാധനങ്ങളായിപ്പോയി നമ്മുടെ വീട്ടിൽ. അപ്പം നേരത്തേക്ക് നമ്മൾ പുലാണിപത്തി വരുമ്പോഴത്തേക്കും ഒരു ലോഡ് സാധനമായിട്ടാണ് തിരിച്ചു പോവുക. ഇത്തവണയൊക്കെ ഞാൻ ഇറങ്ങിയപ്പോഴേ പറഞ്ഞ് ഞാൻ ഒന്നും അധികം മേടിക്കൊന്നുമില്ല, ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെ പോണേ. കാരണം നമ്മൾ ലാസ്റ്റ് പോയത് എനിക്ക് തോന്നുന്നത് 3 വർഷം മുൻപാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കൂടെ വരാൻ ആളില്ല, അതുകൊണ്ടാണ് വരാതിരുന്നത് കേട്ടോ, അല്ലെങ്കിൽ വന്നേനെ. കഴിഞ്ഞ തവണ ഏറ്റവും ലാസ്റ്റ് ടൈം നമ്മൾ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഒത്തിരി സാധനങ്ങൾ ചെടികളൊക്കെ ഇട്ട് നമ്മൾ കുറേ റോസ് അങ്ങനെയൊക്കെ മേടിച്ചത് ഓർക്കണ്ടാകും നിങ്ങൾ കണ്ടിട്ടുള്ളവർ. ഇപ്പം ചെടിയുടെ വശത്തേക്കേ ഞാൻ നോക്കിയില്ല. റയൻ തല തിരിച്ച് പിടിച്ചെൻ്റെ ഇനി ചെടിയുമേ തൊടരുതെന്ന് പറഞ്ഞു. ഞാൻ ഉള്ള ചെടി പോലും നോക്കാൻ പറ്റാത്ത ആൾ ഇനിയും ചെടിയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചെടി നോക്കിയതേ ഇല്ല. അവിടുത്തെ വീഡിയോയും എടുത്തില്ല. അതുകൊണ്ട് ഒരുപാട് ചെടിയും പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രദേശത്തേക്ക് എന്നെ റയൻ കൊണ്ടുപോയില്ല. പിന്നെ ഈ പുലവാണിപം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതുവരെ അതായത് നമ്മളിങ്ങനെ മനസ്സിൽ മറഞ്ഞുപോയ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കാണ് അയ്യോ ഇതൊക്കെ പണ്ടുണ്ടായിരുന്നതല്ലേ എന്നുള്ള ഒരു സന്തോഷം തോന്നുന്ന കുറേ ഐറ്റംസ് ഇവിടെ കാണാൻ സാധിക്കും. അത് നമ്മളുടെ ബോധത്തിൽ നിന്നേ മറഞ്ഞു പോയിട്ടുണ്ടാവും പണ്ടത്തെ ആ സാധനങ്ങളുടെ കാര്യങ്ങൾ. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ അയ്യോ ദേ ഇത് അന്നത്തെ പണ്ടത്തെ സാധനം ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു പോകും. അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇവിടെ കാണാം. കാരണം ഒരുപാട് ഈ വില്ലേജുകൾ ഒരുപാട് അതായത് ഒട്ടും പുരോഗമനമൊന്നും വരാത്ത വില്ലേജുകളില്ലേ, അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ ആളുകൾ വീട്ടിലിരുന്ന് ചെയ്തൊക്കെ എടുത്ത സാധനങ്ങളൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. അതൊക്കെ നമുക്ക് സാധാരണ സ്ഥലങ്ങളിൽ കാണാൻ പറ്റില്ല. ഈ പുലവാണിപ മേളയിലാണ് അങ്ങനെയുള്ള സാധനങ്ങൾ വരിക. ഇതുപോലെയുള്ള ഫെയറുകളൊക്കെ പല സ്ഥലങ്ങളിലും നടക്കും, അവിടെയൊക്കെ ഉണ്ടാകും. നമ്മളുടെ ഇവിടെ പുലവാണിപ മേളയാണ് അങ്ങനത്തെ ഒരു ഫെയർ വരണത്. അപ്പോൾ അങ്ങനെ ഈ ഒരു ഫെയറിൽ നമുക്ക് ഒത്തിരി നമ്മുടെ മനസ്സിൽ നിന്ന് മറഞ്ഞു പോയ കുറേ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഈ പൊരി ഐറ്റംസൊക്കെ ഇല്ലേ, ഇതിലൊക്കെ ഒരുപാട് പുരോഗമനം ഇത്തവണ വന്നിട്ടുണ്ട് കേട്ടോ. അവർ കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ട കുറേ മിക്സഡ് ആയിട്ടുള്ള സാധനങ്ങൾ, പിന്നെ കളർഫുള്ളാണ്, ഒരുപാട് കളറൊക്കെ ഇട്ടിട്ടുള്ള സാധനങ്ങളൊന്നും മേടിച്ചില്ല, നമ്മളത് കണ്ടെന്നേ ഉള്ളു. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ ചിരവയുടെയൊന്നും വില ഞാൻ ചോദിച്ചില്ല എന്തൊക്കെയാണ് വിലയെന്നുള്ളത്. ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. കുഷ്യനിട്ട ചിരവയും കുഷ്യനിടാത്ത ചിരവയും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓടി നടന്നൊന്ന് കണ്ട് പിന്നെ വണ്ടി മുട്ടാതെ നോക്കണം. നല്ല വണ്ടി തിരക്ക് ഉള്ള സ്ഥലമാണിത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുകൂടി ശ്രദ്ധിക്കണം. ആളുകൾക്കൊരു ശ്രദ്ധയില്ല കേട്ടോ. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ വക സാധനങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പരിസരബോധവും ഇല്ലാതെ തോന്നിയ വഴിക്കാൻ നടക്കണം കേട്ടോ, ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കണ്ട് കുറേ ഇരുമ്പിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇരുമ്പിൻ്റെ പാത്രങ്ങൾ വന്ന് കൂടിയിട്ട് അത് കൊടുത്തൊക്കെ കളഞ്ഞ് തീർത്തതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ പറയണായിരുന്നു എത്ര വില കൊടുത്താണ് ആളുകൾ മേടിക്കണം, അത് മൊത്തത്തിൽ ഞാൻ വെറുതെ കളഞ്ഞിട്ടുണ്ട്. കളഞ്ഞെന്ന് വെച്ചാൽ ഓരോരുത്തരേക്ക് കൊടുത്തൊക്കെ അങ്ങോട്ട് തീർത്ത്. കാരണം അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴത്തേക്ക് ഒത്തിരി ഇരുമ്പ് പാത്രങ്ങൾ ഉണ്ടാകുന്നതൊക്കെ
പോയി. ഇപ്പം അത്യാവശ്യം ഇരുമ്പ് പാത്രം മാത്രമേ ഞാൻ സൂക്ഷിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരുമ്പ് പാത്രങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇവിടെയാണ് എനിക്ക് അമളി പറ്റിയ സ്ഥലം. അത് ഏറ്റവും സ്ഥലം വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഈ ഷോളുകളുണ്ടല്ലോ, 50 രൂപയുടെ ഷോളാണ്. പക്ഷേ എനിക്ക് എടുക്കാൻ തോന്നിയില്ല. കാരണം എനിക്ക് ഞാനിപ്പോൾ അധികം ഷോൾ യൂസ് ചെയ്യാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ എടുക്കാമെന്നില്ല. 50 രൂപയ്ക്ക് ഭയങ്കര ലാഭമുണ്ട് ആ ഷോള്. കാരണം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 150-200 രൂപയ്ക്ക് മേടിച്ച ഒരു ഷോള് അത് തന്നെയാണ് ഇവിടെ 50 രൂപയ്ക്ക് വിൽക്കണത് കേട്ടോ. പിന്നെ ഒരുപാട് പലാസോകൾ, ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഡ്രസ്സ്, അതായത് കുർത്തികളും മുണ്ട്, അങ്ങനെ തോർത്ത്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല കേട്ടോ. ഇതിങ്ങനെ അറ്റത്തേക്ക് നടക്കണം കേട്ടോ. പുലവാണിഭ മേളയെന്ന് പറഞ്ഞിട്ടുള്ള ആ ബോർഡ് കണ്ടില്ലേ, അതിൻ്റെ അകത്തേക്ക് കയറുമ്പോഴാണ് ഈ മൊത്തത്തിൽ ഒരു സ്ഥലമുള്ളത്. പിന്നെ വഴിയരികിൽ വേറെ വേറെ കുറേ ഷോപ്പുകൾ. പക്ഷേ ഇവിടെ നല്ല രസമാണ് കാണാനായിട്ട്. ഇവിടെയാണ് കുറേ വില കുറഞ്ഞ കുട്ടികളുടെ ടീഷർട്ടുകൾ, വലിയ ആളുകളുടെ എല്ലാം ഉണ്ട്. പിന്നെ എന്താണ് ട്രൗസറുകൾ എല്ലാം ഭയങ്കര ചീപ്പാണ് കേട്ടോ. പിന്നെ ചവിട്ടികൾ, പിന്നെ കാർപ്പറ്റുകൾ, ഇങ്ങനെയൊക്കെ ഭയങ്കര ചീപ്പായിട്ട്. അങ്ങനെ അതെല്ലാം കണ്ടു നടന്നെങ്കിലും കാര്യമായിട്ടൊന്നും മേടിച്ചൊന്നുമില്ല. അല്ലറ സാധനം. പിന്നെ ഞാൻ പറഞ്ഞില്ല, പലാസോ വിൽക്കുന്ന സ്ഥലത്ത് അവിടെയാണ് എനിക്കൊരു അമളി പറ്റിയത്. അത് നമ്മൾ അമളി പറ്റിക്കാൻ വേണ്ടി തന്നെയാണ് അതങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് അവിടെ അതിൻ്റെ ആ ഒരു ഓഫർ പ്രൈസ് എന്നും പറഞ്ഞിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അതുമേലാണ് പണി പറ്റിപ്പോയത്. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അത് കാണിച്ചു തരാൻ ഞാൻ. പിന്നെ ഈ മിഠായികളില്ലേ, ഈ മിഠായികൾ കാണുമ്പോൾ നമുക്ക് പണ്ട് സ്കൂൾ കാലഘട്ടവും ഒക്കെ നമുക്ക് ഓർക്കും. പക്ഷേ എൻ്റെ കാലഘട്ടത്തിനേലും മുൻപുള്ള മിഠായികൾ വരെ ഇവിടെ ഉണ്ട്. അത് ചിലതൊന്നും എനിക്കറിയാൻ പാടില്ല. എൻ്റെ കാലഘട്ടത്തിലെ മിഠായി ഉണ്ട്, എൻ്റെ കാലഘട്ടത്തിന് മുമ്പുള്ള മിഠായി, പറഞ്ഞു കേട്ടിട്ടുള്ള മിഠായികളൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ പുലവാണിഭ മേളയിൽ വരുമ്പോൾ ഒരുപാട് ഓർമ്മകളാണ് മനസ്സിലുള്ളത്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അപ്പച്ചനും അമ്മയും ഞങ്ങൾ മക്കളെല്ലാവരും കൂടി നടന്നാണ് ഇങ്ങോട്ടേക്ക് വരിക. എല്ലാ വർഷവും വരും, ഒരു വർഷവും മുടങ്ങൂല, എല്ലാ വർഷവും നടന്നു വരും. ഒരു 2 കിലോമീറ്റർ ദൂരം വ്യത്യാസമുണ്ട് നമ്മളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. അവിടെ നിന്ന് നടന്നു വരും. രാത്രിയാണ് ഈ മേള ഉള്ളത് കേട്ടോ. നമ്മളിപ്പോൾ നേരത്തെയാണ് വന്നേക്കണത്. രാത്രിയാണ് ഇത് എല്ലാം കടകളും തുറക്കണത്. ഞങ്ങൾ വരുമ്പോൾ അധികം കടകളൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ രാത്രിയാണ് നമ്മൾ വരിക. ഇങ്ങോട്ട് വന്ന് ഇവിടെയൊക്കെ ഇങ്ങനെ നടന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്കുള്ള, അന്നൊക്കെ ഈ തഴപ്പായ അതൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിച്ചുകൊണ്ട് പോവുക. തഴപ്പായ കണ്ട അവിടെ വെച്ചേക്കണത്. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിച്ച് നല്ല ഒരു രസമാണ്. എന്നിട്ട് തിരിച്ച് എല്ലാവരും കൂടി വീട്ടിൽ രാത്രി ഒരുപാട് ലേറ്റായിട്ട് ഒരു 12 മണിയൊക്കെ കഴിയുമ്പോഴേക്കും വീട്ടിലെത്തുക. അതൊക്കെ ഓർക്കും കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ വിവാഹം കഴിച്ച് വന്നതിന് ശേഷം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ അമ്മയൊന്നും ഇവിടെ പപ്പട അമ്മയൊന്നും പോകുന്നില്ല, പോയി കണ്ടിട്ടില്ല ഞാൻ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മാറി, ഈ ഒരു വീട്ടിലേക്ക് മാറിയതിന് ശേഷം ഞാനും പപ്പയും 3 മക്കളും, പപ്പ നാട്ടിൽ ഉള്ള സമയത്ത് പോകും, അല്ലാതെ പോകാറില്ല. പപ്പ ആയിട്ടാണ് പോയിട്ടുള്ളത്. അങ്ങനെ പോയിട്ട് അതും നമ്മൾ രാത്രി തന്നെയാണ് പോവുക. അത് കാർ അവിടെ ദൂരെ എവിടെയെങ്കിലും ഇടും, ഇവിടെ അടുത്തൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് പിന്നെ ഞങ്ങൾ നടന്നതെല്ലാം കണ്ട് രാത്രി, അന്ന് ബജിയൊക്കെ ഉണ്ടാകും അന്നത്തെ സമയത്ത്. പണ്ടൊന്നും ബജിയൊന്നുമില്ല. ഇപ്പം ഞാനും കുട്ടികളും പപ്പയും കൂടിയൊക്കെ വന്ന സമയത്ത് ബജിയൊക്കെ ഉണ്ടാവും. കുട്ടികൾക്ക് ബജിയൊക്കെ ഇഷ്ടം, ബജിയൊക്കെ കഴിക്കും. അങ്ങനെയൊക്കെ നടന്ന് നമ്മൾ പിന്നെ കാറിൻ്റെ അടുത്ത് ചെന്ന്, പിന്നെ കാറിൽ നമുക്ക് ഫോർട്ട് കൊച്ചി വരെ വരണമല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്നൊക്കെ പോകുന്നതൊക്കെയും ഞാൻ ഓർക്കോട്ടെ ഇവിടെ വരുമ്പോൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളുടെ റൂബി കുഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒന്നിച്ച് പോകാനേ സാധിച്ചിട്ടില്ല. എപ്പോഴും പപ്പ വീട്ടിൽ റൂബിനെ നോക്കിയിട്ട് നിൽക്കും, ഞാനും കുട്ടികളും കൂടിയാണ് സാധാരണ പോവുക. അപ്പോൾ ഒരു തവണ എനിക്ക് തോന്നണേ കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു തവണയാണെന്ന് തോന്നുന്നുണ്ട്, 2020 തോന്നുന്നുണ്ട് ജനുവരി. ഇവിടെ വന്ന് ഞാൻ റയനും കൂടിയിട്ടാണ് വന്നത്. അന്ന് റോജർ ഇല്ലായിരുന്നു, റോജർ വന്നിട്ടുണ്ടായിരുന്നില്ല കൂടെ. ഞാൻ റയനും കൂടിയാണ് വന്നത്. ഞാൻ റയനും കൂടി വന്ന് ഇവിടെ കറങ്ങി നടന്നപ്പോഴത്തേക്ക് അന്ന് റിച്ചാർഡിന് ഒരു എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാമിന് റിച്ചാർഡ് പോയി തിരിച്ചെത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ റിച്ചാർഡ് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെയൊക്കെ വരണത്. അപ്പോൾ നീ വരുവാ, നീ എക്സാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്കും വരുവാ ഇങ്ങോട്ട്, ഞങ്ങളിവിടെ ഉണ്ടാവും, ഫോൺ വിളിക്കുവാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ് ആ മമ്മി ഞാൻ വരാട്ടാന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങളിവിടെ നിന്ന സമയത്ത് ഫോൺ ചെയ്ത് ആൾ വന്നിട്ട് ഇവിടെ വന്ന് കുറച്ച് ബജി, അവൻ ബൈക്കിനാണ് വന്നിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങൾ ഓട്ടോക്കും. അപ്പം ഞങ്ങൾ ഷാജി ഉണ്ടോ സാധാരണ കൊണ്ടുവന്നത്, ഷാജിയുടെ ഓട്ടോയിൽ കൊണ്ടുവരും, വന്നിട്ട് തിരിച്ച് കൊണ്ടുപോവുകയും ചെയ്യും കേട്ടോ. സാധനങ്ങളെല്ലാം ഒക്കെ എടുത്ത് വെക്കാനും ഒക്കെ ഷാജി സഹായിക്കും. അപ്പോൾ ഇത്തവണ നമുക്ക് സാധനങ്ങളൊന്നും മേടിക്കാനൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ ഷാജിനെയും വിളിച്ചില്ല.
അപ്പോൾ അങ്ങനെ അന്ന് റിച്ചാർഡ് വന്ന് ഞങ്ങളെല്ലാവരും കൂടി ബജ്ജിയൊക്കെ കഴിച്ച് അതെപ്പോഴും ഇവിടെ വരുമ്പോൾ ഓർക്കോട്ടെ അങ്ങനെ മേടിച്ച് ഒക്കെ കഴിച്ചിട്ട് റിച്ചാർഡ് ബൈക്കിന് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഞാൻ റേനും ഷാജിയുടെ ഒപ്പം തിരിച്ചു പോരുകയും ചെയ്തിട്ടാ. അപ്പോൾ അതൊക്കെ ഇപ്പോഴും ഞങ്ങളിവിടെ നിന്നപ്പോൾ പറയുന്നുണ്ട്, ഞാൻ റേനും കൂടി റിച്ചാർഡ് വന്നതൊക്കെ അങ്ങനെ പറയുന്നായിരുന്നു. അങ്ങനെ ഒരുപാട് കാഴ്ചകളാണ് കേട്ടോ. പിന്നെ എനിക്ക് ഒരു അട്രാക്ഷൻ ഉള്ളത് കൊട്ടകളില്ലേ, കൊട്ടകൾ ഇവിടെ നിന്ന് ഞാൻ കുറേ മേടിച്ചതൊക്കെ ഓർക്കണുണ്ടോ നിങ്ങൾ? അപ്പോൾ ഇത്തവണയും പുതിയ ടൈപ്പ് കൊട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ച് തന്നിട്ടില്ലേ, ഒരു വെറൈറ്റി സാധനങ്ങളും കണ്ടില്ല. സാധാരണ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ മുറം വലിയ കൊട്ടകൾ, ഊറ്റിയൊക്കെ കൊട്ടയൊക്കെ ഇല്ലേ, വലിയ കൊട്ടകൾ, അങ്ങനത്തെയൊക്കെ. അതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ഇത്തിരി വെറൈറ്റി കാണണം, എന്നാലേ ഞാൻ മേടിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വെറൈറ്റി ഒന്നും തന്നെ കണ്ടില്ല. അന്ന് കണ്ട വെറൈറ്റിയൊക്കെ ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വലിയൊരു അങ്ങനെ ഒന്നും മേടിക്കാനോ ഒന്നും തോന്നിയില്ല. കുറേ ഈ ക്രോക്കറി ഐറ്റംസൊക്കെ ഉണ്ട്, ഭരണികളൊക്കെ ഇല്ലേ, അത് നമ്മുടെ കയ്യിൽ ഒരുപാടായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് മേടിച്ചിട്ട് കാര്യം മേടിക്കാനൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ എവിടെ കൊണ്ടുപോയി വെക്കാനാണ്, ആവശ്യമില്ല. അതുകൊണ്ടാണ് മേടിക്കാതിരുന്നത്. എല്ലാം ഇങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞില്ല, കിട്ടുകയും മേടിക്കുകയും ഒക്കെ ചെയ്ത് ഒത്തിരി സാധനങ്ങളായിപ്പോയി. ഇനി മേടിച്ച് നിന്നാൽ പപ്പട വഴക്കും കേൾക്കും. കാരണം ഒരു ലോഡ് സാധനമുള്ള നമ്മളിപ്പോൾ കളയാനെടുത്ത് വെച്ചേക്കണം. അപ്പോൾ ഇനിയും കൊണ്ടുവന്നാൽ കളയാൻ വേണ്ടിയിട്ടെന്ന് പപ്പ ചോദിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കൂടുതൽ മേടിച്ചില്ല. അപ്പോൾ ദേ അവിടെ കുലിക്ക് സർബത്ത് കണ്ട് റയൻ പറഞ്ഞ്, മമ്മി നമുക്ക് ഇത്തിരി ഇത് എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ട് പോകാം. ഞാൻ പറഞ്ഞ് എനിക്ക് മധുരം വേണ്ട, എനിക്ക് ഈ കുലിക്ക് സർബത്തൊക്കെ കാണണതേ ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. ഈ കുലിക്കണം കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരും. അപ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, ഞാൻ 70 വയസ്സായ ആളാണ്, അതുകൊണ്ട് ഇത്രേ കുലിക്കാൻ പറ്റുള്ളൂ എന്നാണ് പുള്ളി പറയണത് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ അത് കലങ്ങിയിട്ടുണ്ടാകുന്നില്ല. അതിൻ്റെ അടിയിൽ ആ ഒരു ക്രഷെല്ലാം അങ്ങനെ തന്നെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ, കട്ട പോലെ. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കഴിക്കണത്. ഇത് കാണുമ്പോൾ തന്നെ ഞാൻ ഓടുന്നു. പിള്ളേരെല്ലാവരും കഴിക്കും, പക്ഷേ എനിക്കെന്തോ ഒട്ടും ഇഷ്ടമല്ല. എങ്കിലും റൈ നിർബന്ധപൂർവ്വം എനിക്ക് മേടിച്ചു തന്നാണ്. ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. കട്ട മധുരം. എനിക്കങ്ങനെ മധുരമുള്ള ഡ്രിങ്ക്സ് കുടിക്കണത് എനിക്കിഷ്ടമല്ല. അതൊരു കണക്കിന് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുടിച്ചിട്ട് കൊടുത്തിട്ട് പകുതി കളഞ്ഞ്. പിന്നെ അവരുടെ തന്നെ കടയാണ് ബജിക്കട. അവിടെ നിന്ന് 2-3 ബജികൾ ഇതൊക്കെ മേടിച്ച് പിന്നെ ദേ ഇരുട്ടാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, എടാ ആ കുടിച്ച മധുരം എൻ്റെ തൊണ്ടയ്ക്ക് ഇരിക്കണേണ്, എനിക്കത് കളയാനൊരു ഉപ്പ് നാരങ്ങ മേടിച്ചതാ. എനിക്കത് ആ മധുരം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആ ഉപ്പ് നാരങ്ങ കുടിച്ചാൽ മധുരം കളയണം എന്ന് പറഞ്ഞിട്ട് വേറൊരു കടയിൽ വന്നാട്ടെ. ഇനി അയാളുടെ കടയിൽ നിന്ന് മേടിക്കേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വന്നാട്ടാ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് സോഡ നാരങ്ങ കുടിച്ച്. ഉപ്പിട്ടതാണ് ഞാൻ കഴിച്ചത്, റയൻ മധുരം ഇട്ടതാണ്. എൻ്റെ ഉപ്പിട്ടത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പറഞ്ഞ്, ഉപ്പ് തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു, എന്ത് ടേസ്റ്റാണത്, ഇത് കൊള്ളൂല എന്ന് പറഞ്ഞിട്ടാണ് കഴിക്കണത്. അങ്ങനെ ഞങ്ങളത് തിരിച്ച് വീട്ടിലെത്തിയിട്ടാ. ഇരുട്ട് നമ്മുടെ വീട്ടിൽ വിളിച്ചോണ്ട് വീഡിയോ എടുത്തോ, അതുങ്ങളുണ്ടോ? ഞാൻ പിടിക്കാം. അമ്മിന് പൊന്നെ, അമ്മിന് പൊന്നെ, അമ്മിന് പൊന്ന് ചേട്ടൻ കുറച്ച് മിഠായി മേടിച്ചിട്ടുണ്ട്. റയന് ഇഷ്ടപ്പെട്ട മിഠായി മേടിച്ചത്. ഇത് ജെല്ലി പഞ്ചസാരയിൽ പൊതിഞ്ഞത്. പിന്നെന്താ, നാരങ്ങ മിഠായി. ഇത് പണ്ടത്തെ ഗ്യാസ് മിഠായി. അവിടെ എല്ലാം പണ്ടത്തെ കുറേ മിഠായികളുണ്ടാവും. ഞാൻ എപ്പോഴും ഒരുപാട് മേടിക്കും, പക്ഷെ ഇത്തവണ വേണ്ട, കുറച്ച് മാത്രമേ മേടിച്ചുള്ളൂ. മാഷ്മെല്ലോ, ഇതും റയന് വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചാണ്. അതുപോലെ ഇതൊക്കെ റയന് വേണമെന്ന് പറഞ്ഞ് മേടിച്ചാണ്. ഇത് 2 പാക്കറ്റ് റയന് വേണമെന്ന് പറഞ്ഞ് മേടിച്ചാൽ എനിക്ക് എത്ര രൂപയാണെന്ന് പോലും ഞാൻ ഓർക്കണില്ല. പിന്നെ ഇതിവിടെ ഉണ്ട്, ഈ കത്തിക്കണതുണ്ടെങ്കിൽ അതൊരു വേറെ ടൈപ്പാണ്. ഇത് ഞാൻ അവിടെ ഇതൊന്നിച്ച് കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചെന്നേ ഉള്ളൂ. ഇതെല്ലാം കൂടി ഒന്നിച്ച് കണ്ടു കഴിഞ്ഞപ്പോഴേ കൊതുകിനൊക്കെ ഇത് നല്ലതാണെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇത് മേടിച്ചതാണ്. പിന്നെന്താ, ഇതിന് 200 രൂപ. ഇതെല്ലാം കൂടിയിട്ട് 200 രൂപ. പിന്നെ കുറച്ച് ഉണക്കച്ചെമ്മീൻ 100 രൂപയാണ് ഉണക്കച്ചെമ്മീൻ. ഇതിന് 120 രൂപയാണ്. ഇത് കുട്ടൻകോരയാണിത്, കുട്ടൻകോരയും ഇത്
ആണ് മേടിച്ചത്. കുറേ നാളായി ഉപ്പുമീൻ മേടിച്ചിട്ട്. അപ്പോൾ ഉണക്കച്ചെമ്മീനും ഉപ്പുമീനും മേടിച്ച്. പിന്നെ ഞാൻ വെറുതെ അനാവശ്യമായി ഒന്ന് രണ്ട് സാധനം മേടിച്ച്. അത് അബദ്ധത്തിൽ മേടിച്ചതാണ്. ഇതിൻ്റെ വില 100 രൂപയാണ്. ഇതിൻ്റെ വില 200 രൂപയാണ്. എങ്ങനെയാ രണ്ടെണ്ണം എടുത്താൽ 250 എന്നെഴുതി കണ്ടപ്പോൾ ഞാനെന്നേ 2 എടുത്തു. 250 രൂപയ്ക്ക് ഇത് 2 ലാഭമല്ലേ എന്ന് വിചാരിച്ച്. പക്ഷേ ഒരെണ്ണത്തിന് അവർ 250 രൂപ മേടിച്ച്. പിന്നെ ഞാനത് തിരിച്ചു കൊടുക്കാൻ പോയതാണ്. പക്ഷേ റയൻ സമ്മതിച്ചില്ല. റയൻ പറഞ്ഞു അതെടുത്തോ, നല്ലതാണ്, നല്ല ഭംഗിയുള്ള പലാസോയാണെന്ന് പറഞ്ഞു. കാണിച്ചു തരാം ഞാൻ. ഇതെടുത്ത റയനെ ഞാനിങ്ങനെ വെച്ച് കാണിക്കുമല്ലോ, പലാസോയെ വെച്ച് കാണിക്കുന്നത്. എനിക്കിത് നല്ല വലുത് നല്ല സുഖമായിട്ട് ഇടാന്ന് തോന്നി. 250 രൂപയ്ക്ക് 2 പോലെ അത് വിചാരിച്ചെടുത്താണ്. പക്ഷേ പടിപാടി പോയി. അത് ചവിട്ടി പറിച്ച അപ്പൊ ഒരെണ്ണം 250 രൂപയാണ്. ഒരെണ്ണം നല്ല കട്ടിയുള്ള ക്ലോത്താണ് കേട്ടോ, വലിയ കട്ടിയുള്ള ക്ലോത്താണ്. ഇത് നോക്കുമ്പോ അറിയാം. പിന്നെ ഒരെണ്ണം കാണിച്ച് കൊടുക്കട്ടെ. പിന്നെ എടുത്ത് എനിക്കിതൊന്നും ഇഷ്ടപ്പെട്ടതേ ഇല്ല. 250 രൂപയ്ക്ക് 2 എടുക്കണമല്ല എന്ന് വിചാരിച്ചെടുത്തത്. അത്രയും 500 രൂപ അടിച്ചേക്കണത്. ഇല്ല, ഇത് 3 കൂടി 500 രൂപയല്ലേ? 3 കൂടി 500 രൂപ. ഇത് 3 ഉണ്ട് കേട്ടാ. 3 500 രൂപ മേടിച്ചത്. ഇത് 100 രൂപയാണ്. അപ്പൊ ഇതിൽ 200 250 അല്ലേ? 200 250 വേറൊരു സെക്ഷൻ ആയിരുന്നു ആക്ച്വലി. 250 വേറെ സെക്ഷൻ ആവും അല്ലേ? ഇത് 200. നല്ല കട്ടിയുള്ള വലിയ ടൈപ്പ് നല്ല തുണിയാണ്. പിന്നെ ഇത് നോക്കാം. ഇതാണ് ആദ്യം മേടിച്ചത്. അവിടെ ഒരുപാട് സാധനം, പക്ഷെ നമുക്ക് ഇനി വെക്കാൻ സ്ഥലമില്ല ഒന്നാമത്. അങ്ങനെ ഞാനിത് പോയി ഇട്ട് നോക്കിയിട്ട് വന്നതാണ് കേട്ടോ. ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഇടാനൊക്കെ നല്ല വലിപ്പമുണ്ട്. എനിക്ക് വലിപ്പം കൂടിയതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. ഫ്രണ്ടിൽ 2 പോക്കറ്റൊക്കെ ഉണ്ട്. സംഭവം കൊള്ളാം. 3 എണ്ണവും നല്ലതാണ് ഇട്ടിട്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യമില്ലായിരുന്നെന്ന് മാത്രം. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് നാളെ വീണ്ടും കാണാം. താങ്ക് യു.